ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ അനേകരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതം നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത്, മാതാപിതാക്കൾ ഭവനത്തിൽ നവീകരണം തുടങ്ങണം. അതിൻ്റെ ആധാരവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത്, രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. സങ്കീർത്തനം 143:8. ഈ മനോഹരമായൊരു വാക്യത്തോടു കൂടിയാണ് ഒരു പ്രഭാതം ഇന്ന് പകൽക്കാലം ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ തലമുറകളെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർക്ക് വളരെ വേദന സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്നതായി ദൂരത്തെ ചാർത്തുമായി നമുക്ക് ശ്രവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി പറയുന്നു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അതിനെ അഭ്യസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വളരെ ശക്തമായ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെ തലമുറകൾ വളരെ അസാൻമാർഗതകളുടെയും പാപങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ ഓടുന്നതായി കാണുവാൻ സാധിക്കും. കൊച്ചുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിച്ച് അവരെ പത്യോപദേശത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഏതൊരു മാതാപിതാക്കന്മാരുടെയും കൃത്യമായ ദൗത്യമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അതിൽ നിന്ന് പലപ്പോഴും വ്യതിചലിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിലയിൽ നിറവേറ്റുകയാണെങ്കിൽ നമ്മളുടെ തലമുറകൾ ദൈവമില്ലാത്തവരായി, ദൈവസ്നേഹമില്ലാത്തവരായി, ദൈവത്തെ അന്വേഷിക്കാത്തവരായി, ദൈവപ്രിയമില്ലാത്തവരായി മാറുകയില്ല എന്ന് ഓർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്താണ് നമ്മുടെ പ്രശ്നം? അതിനെക്കുറിച്ച് ആധികാരികമായി നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പോൾ നമുക്ക് വളരെ ആധികാരികമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മക്കളെ ശരിയായ നിലയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതായ ഒരു ദൗത്യത്തിൽ നിന്ന് മാതാപിതാക്കന്മാർ വ്യതിചലിച്ചിരിക്കുന്നതായി ഇന്ന് ആളുകളിൽ കാണുവാൻ സാധിക്കും. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി മാതാപിതാക്കന്മാർ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അത് വളർന്ന് ഉച്ചകോടിയിൽ എത്തുന്നത് വരെ അതിന് ഇഷ്ടമുള്ളതായ അതേ അവസ്ഥകളിലേക്ക് കയറൂരി വിടുന്നതായ ഒരു ദയനീയമായ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ശരിയായ പത്യോപദേശത്തിലും ശരിയായ ശിക്ഷണത്തിലും കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുകയാണെങ്കിൽ അവർ തിന്മയുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീരുകയില്ല എന്ന് ഇതിനാൽ ഓർപ്പിക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ആ ഒരു അനുഭവം, ദൈവത്തിൻ്റെ സഭയോടുള്ളതായ ഓരോ ആഴ്ചകളിലും കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ സഭയോടുള്ളതായ ബന്ധത്തിൽ നാം കൂടി വരേണ്ടതായിട്ടുണ്ട്.
തലമുറകളെ വാർത്തെടുക്കുന്നതിൽ മാതാപിതാക്കന്മാർ അവരുടെ ദൗത്യങ്ങളെ നിർവഹിച്ചില്ല എങ്കിൽ വരും തലമുറകൾ അമാനുഷികതയുടെ തലമുറകളായി മാറുവാൻ തക്കോണം ഇടയായിത്തീരും. ആയതുകൊണ്ട് ശരിയായ പഥ്യോപദേശത്തിൽ നമ്മുടെ തലമുറകളെ പോറ്റി വളർത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ ജനമാകട്ടെ പക്ഷേ തങ്ങളുടെ ഇപ്പോഴത്തെയും നിത്യവുമായ നന്മകൾ സംബന്ധിച്ച ഉറക്കത്തിലാണ്. കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉറക്കവും മയക്കവും ഒക്കെ ആയിട്ട് ജീവിതത്തിൻ്റെതായിരിക്കുന്ന ആത്മീയ വിളികളെ തൃണവൽക്കരിച്ചുകൊണ്ട് പാപത്തിന്റെ അധാർമികതകളെ ഊട്ടി വളർത്തിക്കൊണ്ട് പാപത്തിന്റെ ചെയ്തികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ സംരക്ഷിക്കണമെങ്കിൽ ശരിയായ നിലയിലുള്ളതായ ഒരു വളർച്ച അവർക്ക് ലാക്കാക്കി കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തം ശരിയായ നിലയിൽ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്നില്ല എങ്കിൽ അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധ്യമാകുകയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മതത്തെ ആകർഷകമാക്കുക, അവരെ അകറ്റിക്കളയുന്നത് ആകരുത്. കുടുംബ ആരാധനയുടെ സമയം ആ ദിവസത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിരിക്കണം. സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്ത ലളിതമായ തിരുവെഴുത്താകണം വായന. പാട്ടുപാടുന്നതിൽ കുഞ്ഞുങ്ങൾ പങ്കെടുക്കട്ടെ. പ്രാർത്ഥന ചുരുക്കവും അത്യാവശ്യങ്ങൾക്ക് ചേർന്നതുമാകട്ടെ. ദൈവത്തിൻ്റെ സേവനത്തിലാണ് നിങ്ങളെന്ന് കണക്കാക്കുക. ഓരോ ആവശ്യത്തിലും സഹായത്തിന് ദൈവവും ഒപ്പമുണ്ടെന്ന് ഓർക്കുക. ദ റിവ്യൂ ആൻഡ് ഹെറാൾഡ്, മാർച്ച് 18, 1902. ഈ പ്രഭാതം ഇപ്രകാരം ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിച്ചതായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ മക്കളെ ശരിയായ ദിശയിൽ നിങ്ങൾ വളർത്തുന്നില്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്നതായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ നല്ല സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്ത് ചേർത്തുമായി ശ്രവിച്ച എല്ലാവരോടുമുള്ളതായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് പകൽക്കാലം ഈ തിരുവചസ്സുകളെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകിയിരിക്കുന്ന നല്ല വേദവചസ്സുകൾക്കായി സ്തോത്രം. ഉള്ളതുപോലെ സംസാരിപ്പാനായിട്ട് എന്നെ ബലപ്പെടുത്തണം. കേൾവിക്കാരായ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാക്കി മാറ്റണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്ന്നേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയോടെ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ശ്രവിച്ച എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു.